ഇൻസ്റ്റാഗ്രാമിൽ അനാവശ്യ വീഡിയോ വരുന്നത് ചെയ്യാൻ പുതിയ രീതി. അതായത് നിങ്ങളെല്ലാവരും ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ ഇൻസ്റ്റാഗ്രാമിൽ ചില സമയം ആവശ്യമില്ലാത്ത വീഡിയോകൾ കയറി വരാറുണ്ട്. അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ അതെങ്ങനെ റിപ്പോർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണിത്. ഇതിനു മുന്നേ നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ യൂട്യൂബിൽ എങ്ങനെയാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത വീഡിയോസുകൾ കണ്ടാൽ റിപ്പോർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആ വീഡിയോ അത് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ പോയി കണ്ടാൽ മതി. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെയാണ് മാസ് റിപ്പോർട്ട് ചെയ്യുന്നത്, അതായത് മാസ് റിപ്പോർട്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത് എല്ലാം വ്യക്തമായി കണ്ട് മനസ്സിലാക്കുക. ഇത് അറിയാനുള്ളവരും ഒരുപാട് പേര് കാണും, അറിഞ്ഞുകൂടാത്തവർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അത് പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിൻ്റെ ബില്ലേക്കണം അവിടെ കാണാൻ സാധിക്കും. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് എല്ലാവരും ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾ ഇതുപോലത്തെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത ഒരു വീഡിയോ ആണ്. ഇൻസ്റ്റാഗ്രാം ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഏത് വീഡിയോയ്ക്കാണോ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആ വീഡിയോ ആണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഒരു പരസ്യം കാണിക്കുന്നുണ്ട്. പരസ്യത്തിൽ റിപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ആദ്യം ഒരു വീഡിയോയിൽ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് നിങ്ങൾ പോസ്റ്റിലാണെങ്കിൽ ഇവിടെ 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. പോസ്റ്റിലാണെങ്കിൽ ഇവിടെ 3 ഡോട്ട്സ്, പോസ്റ്റിൽ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ തന്നെ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള കണ്ടൻറ്റാണ് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടത് അതവിടെ സെലക്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ പുള്ളിങ് ഓർ അൺവാണ്ടഡ് കണ്ടൻറ്റ് എന്നാണ് കൊടുക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ എന്തുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ ഇവിടെ തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ സംതിങ് എൽസ് എന്നാണ് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് 18 വയസ്സ് ആയിട്ടുണ്ടോ എന്ന് കുറിച്ചിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇതൊക്കെ നിങ്ങൾ നോ കൊടുത്തു വിടുക. നോ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ എനിക്ക് വന്നത്. ഇവിടെ നിങ്ങൾ ഏത് രീതിയിലാണ് ആ വീഡിയോയിൽ കണ്ടത്, എന്ത് മോശപ്പെട്ട കണ്ടൻറ്റാണ് ആ വീഡിയോയിൽ കണ്ടത് അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് ബ്ലറാകും. പിന്നെ നിങ്ങൾ ഏത് വീഡിയോ ആണ് റിപ്പോർട്ട് ചെയ്തത് പിന്നെ ആ കണ്ടൻറ്റിലുള്ള വീഡിയോ നിങ്ങൾക്ക് വരികയില്ല. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. എനിക്ക് അത്യാവശ്യപ്പെട്ട ഒരു ഇതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ്. ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. വീഡിയോയുടെ കാര്യം മറന്നുപോയി. ഇതൊരു വീഡിയോ ആണ്. ഇത് ഇവിടെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റിപ്പോർട്ട് എന്നൊരു ഓപ്ഷൻ തന്നെ ഉണ്ട്. റിപ്പോർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിങ് ഓർ അൺവാണ്ടഡ് കണ്ടൻറ്റ് എന്നുള്ള ഓപ്ഷൻ കിട്ടും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ റിപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ 18 വയസ്സായിട്ടുണ്ടോ എന്ന് കൊടുക്കുക. ആയിട്ടുണ്ടോ എന്ന് ചോദിക്കും, നോ കൊടുക്കുക. ഇവിടെ എന്താണ് നിങ്ങൾ ആ വീഡിയോയിൽ മോശമായിട്ട് കണ്ടത് അതവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടും. ഇവിടെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അവർക്ക് പോകുന്നതാണ്. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ ആ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് റിമൂവ് ആക്കി തരുന്നതാണ്. പിന്നെ ഇത് റിമൂവായി പോകുന്നതാണ്. പിന്നെ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇടും. നിങ്ങൾ ഇങ്ങനത്തെ കണ്ടൻറ്റ് ഇട്ടില്ലേ, ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ കമൻറ്റ് ഇടും. ദയവ് ചെയ്ത് അങ്ങനെ ഇടാതിരിക്കുക. നിങ്ങൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് നല്ല കമൻ്റ് ആയാലും മോശം കമൻ്റ് ആയാലും കൂടുതൽ ആളിലേക്ക് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എത്തുകയും പിന്നെ കൂടുതൽ ആളുകൾ റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ അതായത് കൂടുതൽ ആളുകൾ ഇതുപോലെ റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ആ വീഡിയോ റിമൂവ് ആക്കിപ്പെടുകയുള്ളൂ. അപ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക.
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാത്തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ MK Joys എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിലെ ബില്ലേക്കണം അവിടെ കാണാൻ സാധിക്കും. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് ഇല്ലാതെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഇതുപോലത്തെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. ഇത് അറിയാമെന്നുള്ള സുഹൃത്തുക്കൾ ഒരുപാട് പേര് കാണും. അറിഞ്ഞിടാത്തവർക്ക് മാത്രം ചെയ്ത ഒരു വീഡിയോ ആണ്. അറിയാമെന്നുള്ളവരാണ് ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ, അറിഞ്ഞിടാത്തവരാണ് ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് എത്തിക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, ഈ പറഞ്ഞ ഓപ്ഷനെ കുറിച്ച് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും മറുപടി തരണതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി തപ്പൻ ടിപ്സ് വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. അതുവരേക്കും